السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله مولانا العظيم وبلغ وصدق رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين والشاكرين والحمد لله رب العالمين. ബഹുമാനം നിറഞ്ഞ സയ്യിദുമാരെ, നമ്മുടെ മഹല്ലിലെ മുദരിസ് കൂടിയായ ഉസ്താദ് അവറുകളെ, മറ്റു ഉസ്താദുമാരെ, വേദിയിൽ സദസ്സിലുമായി സന്നിഹിതരായ മറ്റു മാന്യ വ്യക്തിത്വങ്ങളെ, സുദീർഘമായ ഒരു പ്രഭാഷണത്തിൻ്റെ സമയമല്ല. നിങ്ങളൊക്കെ കേട്ടതുപോലെ കഴിഞ്ഞ ദിവസം നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ പാങ്ങില ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന കുഞ്ഞി മുഹമ്മദ് ഉസ്താദ് അവർകൾ മഹാനവറുകളെ അനുസ്മരിച്ചുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ അവരുടെ വഫാത്തിന് ശേഷം അവരെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ഒരു ചോദ്യം ചിലപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് ഓടി വന്നേക്കാം. ഈ അനുസ്മരണം കൊണ്ട് ധാരാളം നേട്ടങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട്. പ്രത്യേകിച്ച് പാരത്രിക ലോകത്ത് നമുക്ക് ധാരാളം നേട്ടങ്ങൾ കിട്ടാനുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടയാളപ്പെടുത്തിയതായി കാണാം. പാരത്രിക ലോകത്തേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിൻ്റെ നന്മയും തുന്മയും തൂക്കപ്പെടുന്നു. ആ സമയത്ത് നന്മയേക്കാൾ അദ്ദേഹത്തിൻ്റെ തിന്മക്കാണ് മുൻതൂക്കം വന്നത്. മലക്കുകൾ അദ്ദേഹത്തെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ എന്ന മലക്കിനെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിരിക്ക് അബ്ദീ, ഓ ജിബ്രീലേ, എൻ്റെ അടിമയെ നിങ്ങൾ വിളിക്കൂ. വസ്അലുഹു, എന്നിട്ട് ആ അടിമയോട് നിങ്ങൾ ചോദിക്കണം. ഹൽ കാന യജ്ലിസു മഅൽ ഉലമാ, ആ നരകത്തിലേക്ക് വിളിക്കപ്പെടുന്ന അടിമ, ആ അടിമ പണ്ഡിതന്മാരോടൊന്നിച്ച് വല്ല സദസ്സിലും പങ്കെടുത്തിട്ടുണ്ടോ എന്നൊരു ചോദ്യം നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന അടിമയോട് ചോദിക്കണമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ ആ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ്. കാരണം ഹൽ കാന യജ്ലിസു മഅൽ ഉലമാഇ ഫഅഗ്ഫിറ ലഹു ബിശഫാഅതിഹിം, ആ മനുഷ്യൻ വല്ല പണ്ഡിതന്മാരുടെയും സദസ്സിൽ പങ്കെടുത്ത മനുഷ്യനാണെങ്കിൽ, ഏതെങ്കിലും ഉസ്താദിൻ്റെ വഅദ് നടക്കുമ്പോൾ ആ സദസ്സിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ പങ്കെടുത്ത് ഇരുന്നു കൊണ്ട് സഹകരിച്ച മനുഷ്യനാണെങ്കിൽ, ആ പണ്ഡിതൻ മുഖേന ആ മനുഷ്യന് പുറത്തു കൊടുത്തിട്ട് അദ്ദേഹത്തിന് ശഫാഅത്ത് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു ഉസ്താദ് ഇവിടെ മജ്ലിസിൽ പങ്കെടുക്കും, വഅദ് പറയുമ്പോൾ ഈ മജ്ലിസിൽ വന്നുകൊണ്ട് ഒരു പാവപ്പെട്ട മനുഷ്യൻ ഈ മജ്ലിസിന്റെ ഏതെങ്കിലും ഒരു മൂലയിലിരുന്ന് സംബന്ധിച്ചാൽ തന്നെ
ആ പണ്ഡിതൻ, വയലു പറയുന്ന പണ്ഡിതൻ കാരണമായി പാരത്രിക ലോകത്ത് ഈ സദസ്സിൽ ഇരുന്ന് കേട്ട മനുഷ്യൻ ദോഷിയാണെങ്കിൽ പോലും പാരത്രിക ലോകത്ത് ഈ ഉസ്താദിന്റെ ശഫാഅത്ത് കാരണം ഈ സദസ്സിലിരുന്ന മനുഷ്യന് ശഫാഅത്ത് ലഭിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അത് ഒരു പണ്ഡിതന്റെ മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് ഈ മനുഷ്യൻ വയലു കേട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കുക. ഉടനെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിക്കുന്നു ഈ മനുഷ്യനോട്, നിങ്ങൾ ഭൗതികമായ ലോകത്ത് വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ മജ്‌ലിസിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ? ഉടനെ തന്നെ ഈ മനുഷ്യൻ പറയുന്നില്ല, ദുനിയവിയായ ലോകത്ത് വെച്ചുകൊണ്ട് ഒരു പണ്ഡിതന്റെ വയലും ഞാൻ കേട്ടിട്ടില്ല, അത്തരൊരു മജ്‌ലിസിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുകയാണ്, യാ റബ്ബി ഇന്നക ആലിമും ബിഹാലി അബ്ദിക. ഓ അല്ലാഹുവേ, എന്നെക്കാളും ഈ അടിമയുടെ അവസ്ഥ അറിയുന്ന റബ്ബ് നീയല്ലേ അല്ലാ, പിന്നെ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചോദിക്കാൻ പറയുന്നത്? വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനോട് പറയുകയാണ്, എന്നാൽ ഭൗതികമായ ലോകത്ത് ഒരു പണ്ഡിതന്റെ വഅദ് കേൾക്കാനും ഈ മനുഷ്യൻ അതേ താല്പര്യം കാണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ രണ്ടാമത് ചോദിക്കേണ്ടത്, വല്ല പണ്ഡിതന്മാരോടും മഹബത്തുള്ള ആളാണോ ഇദ്ദേഹം എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണം. ഉസ്താദുമാരോട് മഹബത്ത് വെക്കുന്ന ആളാണോ ഇദ്ദേഹം, നിങ്ങളൊന്ന് അന്വേഷിക്കണം. ഉസ്താദുമാരോട് മഹബത്തുണ്ടാവുക എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? ഉസ്താദുമാരിൽ ഉള്ള അറിവ് കൊണ്ടുള്ള താല്പര്യമാണ്, അറിവിനെ ബഹുമാനിക്കലാണ്, അവരുടെ ഇൽമിനെ ബഹുമാനിച്ചുകൊണ്ടുള്ള മഹബത്താണ്. അങ്ങനെ ഒരു ഇൽമ്, അങ്ങനെ ഒരു മഹബത്ത് ഈ മനുഷ്യനിലുണ്ടോ? നിങ്ങളൊന്ന് അന്വേഷിക്കണമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുമ്പോൾ അദ്ദേഹത്തോട് ജിബ്രീൽ ചോദിക്കുന്നു, നിങ്ങൾക്ക് ദുനിയവിയായ ലോകത്ത് പണ്ഡിതന്മാരോട് ഇൽമുള്ള ആളുകളോട് മഹബത്തുണ്ടായിരുന്നോ? അതിനും ഈ മനുഷ്യന്റെ മറുപടി ഇല്ല, എനിക്കൊരൊറ്റ ആലിമീങ്ങളോടും മഹബത്തുണ്ടായിട്ടില്ല. ഉടനെ തന്നെ അടുത്ത ചോദ്യം വരുന്നു, ഹൽ ജലസ അലാ മാഇദത്തിൻ മഅൽ ഉലമാ. എന്നാൽ ജിബ്രീലേ, ആ മനുഷ്യൻ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ കൂടെ ഒരു തീന്മേശയിൽ ഭക്ഷണം കഴിക്കാനെങ്കിലും കൂടെ ഇരുന്നിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുമോ? ഫയസ്അലുഹു ഫയഖൂലു ലാ. അപ്പോഴും മറുപടി വരുന്നു, ഞാനൊരു പണ്ഡിതനോടൊന്നിച്ച് ഒരു കല്യാണ പരിപാടിയിലോ അല്ലെങ്കിൽ ഒരു സൽക്കാര പ്രോഗ്രാമിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പരിപാടിയിലോ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാൻ ഒരു സമയം പോലും കണ്ടെത്താത്തവനാണ്. ഉടനെ തന്നെ അല്ലാഹു വീണ്ടും ജിബ്രീലിനോട് ചോദിക്കുന്നു, ജിബ്രീലേ, എന്നാൽ ഹൽ സക്കന ഫീ മസ്കനിൻ സക്കന ഫീഹി ആലിം. ഒരു പണ്ഡിതൻ താമസിച്ച സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ വഅദ് പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ ഇരുന്ന സ്ഥലത്തെങ്ങാനും ഈ മനുഷ്യൻ ഇരുന്നിട്ടുണ്ടോ നിങ്ങളൊന്ന് അന്വേഷിക്കുമോ? ആ മനുഷ്യനോട് ജിബ്രീൽ ചോദിക്കുമ്പോൾ അപ്പോഴും മറുപടി വരുന്നു, ലാ, ഒരു പണ്ഡിതൻ ഇരുന്ന സ്ഥലത്ത് പോലും ഞാൻ പോയിരുന്നിട്ടില്ല. അവസാനം അല്ലാഹുവിന്റെ ചോദ്യമാണ്, അൽ അഹബ്ബ റജുലൻ യുഹിബ്ബുൽ ഉലമാ. ആലിമിനെ സ്നേഹിച്ച മനുഷ്യനെ സ്നേഹിച്ചവനാണോ ഇദ്ദേഹമെന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുമോ? പണ്ഡിതനെ സ്നേഹിച്ചോ എന്നല്ല ചോദിച്ചത്, ഒരു പണ്ഡിതനെ സ്നേഹിച്ചവനെ സ്നേഹിച്ച ആളാണോ ഈ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന വ്യക്തിയെന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുമോ? അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചോദ്യമാണ്, ഒരു പണ്ഡിതനെ സ്നേഹിച്ചയാളെ സ്നേഹിച്ച വ്യക്തിയാകാനെങ്കിലും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ?
അദ്ദേഹത്തിന്റെ മറുപടി നഅം, അതെ, അതിനെനിക്ക് സാധിച്ചിട്ടുണ്ട്. പണ്ഡിതനെ സ്നേഹിച്ചു എന്നല്ല പറഞ്ഞത്, പണ്ഡിതനെ സ്നേഹിച്ചവനെ സ്നേഹിച്ചു എന്നാണ്. എന്നാൽ അള്ളാഹുവിന്റെ മറുപടി ഖുദ്യദീ, എന്നാ നിങ്ങൾ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചോ, വഅദ്ഖിൽഹുൽ ജന്ന, പണ്ഡിതനെ സ്നേഹിച്ചവനെ സ്നേഹിച്ച കാരണം കൊണ്ട് അദ്ദേഹത്തിന് സ്വർഗപ്രവേശനം കൊടുത്തോ. ഫഇന്നഹു കാന യുഹിബ്ബു റജുലൻ ഫിദ്ദുനിയാ വകാന ദാലിക റജുലു യുഹിബ്ബുൽ ഉലമാ. പണ്ഡിതന്മാരെ സ്നേഹിച്ചവരെ സ്നേഹിക്കാൻ കഴിഞ്ഞതു തന്നെ അദ്ദേഹം ദുനിയാവിൽ ചെയ്ത ഏറ്റവും നല്ല സൽക്കർമ്മമായി പാരത്രിക ലോകത്ത് അല്ലാഹു രേഖപ്പെടുത്തുകയാണ്. ഓ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, മുഅ്മിനീങ്ങളെ, പണ്ഡിതന്മാരാകാൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. റസൂലുള്ള പറഞ്ഞില്ലേ, ഒന്നെങ്കിൽ നിങ്ങൾ പണ്ഡിതനാവുക, അല്ലെങ്കിൽ നിങ്ങൾ മുതഅല്ലിമാവുക, അല്ലെങ്കിൽ ഈ പണ്ഡിതന്മാരെ മഹബത്ത് വെക്കുന്നവരെങ്കിലും നിങ്ങളാകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചപ്പോ, ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതിൽ നിന്ന് പണ്ഡിതന്മാരെ മഹബത്ത് വെക്കുന്നവരാകാനെങ്കിലും നമ്മൾ കഴിയണം. അത്തരം ഒരു നന്മ പോലും നിങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കിക്കൂടാ. ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈഅൻ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ ത്വലീഖ്. അള്ളാന്റെ റസൂല് പറഞ്ഞത്, ഒരു സൽക്കർമ്മത്തെയും മോനെ നീ നിസ്സാരമായി കാണണ്ട. ഏതുവരെ? വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ ത്വലീഖ്, നിന്റെ കൂട്ടുകാരന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കുക എന്ന് പറയുന്ന പ്രവർത്തനം പോലും ആഖിറത്തിൽ വലിയ കൂലി കിട്ടുന്ന പ്രതിഫലമായി നിനക്ക് കാണിക്കപ്പെടും. അതിനെപ്പോലും നിസ്സാരമായി കാണണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പാങ്ങലെ ഉസ്താദ് നമ്മൾ അനുസ്മരിക്കുമ്പോൾ നമുക്കറിയാം, ഉസ്താദ് അവർകൾ നമ്മുടെ ഈ മിസ്ബാഹുൽ ഹുദയുമായി 5 വർഷത്തോളം ഉസ്താദ് അവർകൾക്ക് വലിയ ബന്ധമുണ്ട്. ഉസ്താദ് അവരുടെ വ്യത്യസ്തങ്ങളായ സാന്നിധ്യം കഴിഞ്ഞ വർഷങ്ങളിലും മറ്റുമായി നമ്മുടെ ഈ മിസ്ബാഹുൽ ഹുദയുടെ പ്രവർത്തനങ്ങളിലും വാർഷിക പരിപാടികളിലൊക്കെ പലപ്പോഴും നമ്മൾ അനുഭവിച്ചവരാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ ഈ പരിപാടി നടക്കുന്നത് മുഹറം മാസത്തിലായിരുന്നു. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, നല്ലൊരു മഴയുള്ള സമയത്ത് ഉസ്താദ് അവറുകൾ വിളിച്ചു ചോദിക്കുകയാണ്, വയനാട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ ഉറൂസ് നടക്കുന്ന പുളിക്കപ്പറമ്പ് ഉറൂസ് നടക്കുന്ന സമയത്ത് ഉസ്താദ് അവറുകൾ വരാൻ വേണ്ടി അന്വേഷിക്കുന്നു. മഴയുണ്ട് ഉസ്താദ് എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് അവറുകൾ ബഹുമാനപ്പെട്ട അസീസ് മഹ്ദരി ഉസ്താദിന്റെ കോള് കട്ട് ചെയ്തുകൊണ്ട് ഉസ്താദിനോട് പറയാതെ നമ്മുടെ ഈ ഉറൂസിന് വരികയാണ് വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ട്. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴേക്ക് ഏകദേശം നമ്മുടെ പരിപാടിയൊക്കെ സമാപിച്ചിട്ടുണ്ട്. പക്ഷെ ഉസ്താദിനോട് ചോദിച്ചു, നിങ്ങൾ എന്തേ ഉസ്താദെ പറയാതെ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് അവറുകൾ പറഞ്ഞത്, ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ മഴ കാരണം നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് എൻ്റെ യാത്ര നിങ്ങൾ മുടക്കിക്കളയുമോ എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ പറയാതെ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞാൽ, മഹാന്മാരോടുള്ള അങ്ങേയറ്റത്തെ മഹബത്ത് മഹാനായ ഉസ്താദ് അവറുകൾ നിലനിർത്തി പോന്നു. ജീവിതത്തിൽ വലിയ വിനയ മഹാനായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ ദർസ് നടത്തി. ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം തമിഴ്നാട്ടിലും അതുപോലെ കർണാടക സ്റ്റേറ്റിലും അതുപോലെ വയനാട്ടിലൊക്കെ ആയിട്ട് ഉസ്താദ് അവറുകൾ സേവനം ചെയ്തു. വലിയ വിനയവും അതുപോലെ എല്ലാവരോടും ബഹുമാനവും സ്നേഹമൊക്കെ കാണിച്ച് നമുക്കിടയിൽ ജീവിച്ച ഒരു വലിയ പണ്ഡിതനായിരുന്നു പാങ്ങിലെ ഉസ്താദ്. ഞാൻ ദീർഘിച്ച് സംസാരിക്കുകയില്ല. ഉസ്താദ് അവറുകളെ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് പറയുമ്പോഴൊക്കെ ഉസ്താദിൻ്റെ വിനയവും ഉസ്താദിൻ്റെ നമ്മുടെ മജ്ലിസുകളിലൊക്കെ സാന്നിധ്യം എപ്പോഴും നമുക്ക് എടുത്തു പറയാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉസ്താദ് അവരുടെ പാരത്രിക ദർജയ്ക്ക് വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ഉസ്താദ് അവറുകൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവറുകളെയും നമ്മെയും പാരത്രിക ലോകത്ത് അവൻ പൊരുത്തപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി സുഖലോക സ്വർഗത്തിൽ താമസിക്കാനുള്ള അവസരം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ഈ സമയത്ത് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ സംസാരം നിർത്തുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.